അത്യാവശ്യം സാമൂഹ്യ മൂല്യവും ജനപ്രീതിയും ഒക്കെയുള്ള ആളുകളെ പിടിച്ച് ഇങ്ങനെ ഉപാധ്യക്ഷന്മാരുടെ കൂട്ടിലടയ്ക്കുന്നത് സാമാന്യം തരക്കേടില്ലാത്ത ഒരു അബദ്ധമാണ്. അതായത് മനുഷ്യർക്കൊരു കുഴപ്പമുണ്ട്, വളരാനുള്ള മോഹം. ശ്രീമാന്മാരായിട്ടുള്ള കെ സുരേന്ദ്രനും ശ്രീജിത്ത് പണിക്കരും തമ്മിലുണ്ടായിട്ടുള്ള കശപിശയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പൊതുവായിട്ടുള്ള ചില സംഘകാര്യങ്ങളാണ് പോങ്ങൻ ഇവിടെ പറയുന്നത്. അവർ തമ്മിലുള്ള പോരടിക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള യഥാർത്ഥ കാരണങ്ങൾ അവർക്ക് മാത്രമേ അറിയൂ, അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കുന്ന ഏതാനും ആളുകൾക്ക് മാത്രം. ബാക്കിയുള്ള സകലരും ഈ പോങ്ങൻ അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് ചുമ്മാ ഊഹക്കച്ചവടം മാത്രമാണ്. ആശുപത്രിയിൽ കൂട്ടിരിപ്പ് നടത്തുന്ന സമയത്താണ് പോങ്ങൻ അവരുടെ പോരടി വാർത്ത അറിയുന്നത്. ലക്ഷണശാസ്ത്രം വെച്ച് പോങ്ങൻ അയ്യേ എന്ന് സ്വയം അങ്ങ് പറഞ്ഞുകൊണ്ട് അല്പനേരം അങ്ങനെ അങ്ങ് ഇരുന്നു പോയി എന്ന് പറയുന്നതാണ് സത്യം. ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അയ്യേ അല്ല കേട്ടോ ഇത്. ഈ അയ്യേ മറ്റതാണ്. അതായത് പരലോകവാസിയായിട്ടുള്ള കെ കരുണാകരനും ഇഹലോകവാസിയായ എ കെ ആന്റണിയും സഹപ്രവർത്തകരായിരുന്ന കാലത്ത് വികസിപ്പിച്ചെടുത്ത ഒരു കളിയുണ്ടായിരുന്നു. ഐക്കാരായും ഏക്കാരായും ചേരിതിരിഞ്ഞ് കോൺഗ്രസുകാർ കളിക്കുന്ന ഒരു തരം കളി. പിന്നീട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അവരുടെ ദേശീയ കേളിയായി അതിനെ സമുചിതം കൊണ്ടു നടന്നു. ആവേശം സ്വല്പം കുറഞ്ഞെങ്കിലും ആചാര ബുദ്ധിയോടുകൂടി അത് പിന്തുടരാനുള്ള സന്മനസ് അവരിപ്പോഴും കാണിക്കുന്നുണ്ട്. ഭാഗ്യം. ഗ്രൂപ്പ് കളി എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ആ വിനോദ വേല കോൺഗ്രസിന്റെ ജനാധിപത്യ ബോധത്തിന്റെ കരുത്തായിട്ടാണ് ഗാന്ധിയന്മാർ കാണുന്നത്. ഈ സാമൂഹ്യ നിരീക്ഷണം, രാഷ്ട്രീയ വിമർശനം മുതലായവ നടത്തുന്ന ജീവിവർഗവും അങ്ങനെ തന്നെയാണ് അവരുടെ ഗ്രൂപ്പ് കളിയെ കാണുന്നത്. സുരേന്ദ്രനിലൂടെയും പണിക്കരിലൂടെയും ഇപ്പോൾ പുറത്തു വന്നത് കോൺഗ്രസുകാരെ അനുകരിച്ച് സംഘികൾ ആചരിക്കാൻ തുടങ്ങിയ ഗ്രൂപ്പ് കളിയുടെ ആരവമാണ്. സംഘികളുടെ അയ്യേക്കാലമാണ് ഇനി വരാനിരിക്കുന്നതെന്ന് വേണം ഇതിൽ നിന്നും അനുമാനിക്കാൻ. ഗാന്ധിയന്മാരെ പോലെ സംഘികൾ ചേരിതിരിഞ്ഞ് പണിക്കർക്കും സുരേന്ദ്രനും പിന്നിൽ അണിനിരന്നുകൊണ്ട് വാദപ്രതിവാദങ്ങളും പരസ്പരമുള്ള ന്യായീകരണങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ ഉന്നയിക്കാൻ തുടങ്ങുമ്പോൾ അത് തീർച്ചയായും പാർട്ടിക്ക് ദോഷം ചെയ്യും, ദോഷമേ ചെയ്യൂ. പിണറായിസ്റ്റ് മുക്ത കേരളം സ്വപ്നം കാണുന്ന ഒരു മുൻകാല സഖാവെന്ന നിലയിൽ നിങ്ങളുടെ ഈ തമ്മിലടി അല്പം ചളിപ്പോടുകൂടി കാണുന്ന ഒരു ഭാരതീയനാണ് ഈ പോങ്ങൻ. സുരേന്ദ്രനും മുരളീധരനുമാണ് BJPയെ KJP ആക്കാൻ യത്നിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ആളുകൾ സംഘികൾക്കിടയിൽ പോലുമുണ്ട്. BJPയുടെ കേരള ഘടകത്തെ CPMന്റെ ഒരു B ടീമാക്കി മാറ്റിയതിന്റെ മുഴുവൻ അംഗീകാരവും അവരുടെ ചുമലിൽ ചാർത്തുന്നവരും നമുക്കിടയിലുണ്ട്. അതിൽ വാസ്തവമില്ലെങ്കിൽ അത്തരം ചിന്തകളെയും ആരോപണങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമായിരുന്നു. പക്ഷെ അത് ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ അതിന് വേണ്ടത്ര ഗൗരവം അദ്ദേഹം നൽകാത്തത് കൊണ്ടാവാം. രണ്ടിലേതായാലും അത് വീഴ്ച തന്നെയാണ്. ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷമായി മാറാൻ വേണ്ട എല്ലാ അനുകൂല സാഹചര്യങ്ങളും രാഷ്ട്രീയ കേരളത്തിൽ പലവട്ടം ഒരുങ്ങിക്കിട്ടിയതാണ്. പക്ഷെ പിണറായി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കം പോലും സുരേന്ദ്രൻ നയിക്കുന്ന BJPയിൽ നിന്നും ഉണ്ടായിട്ടില്ല. സംഖ്യയല്ലെന്ന് ആവർത്തിച്ചു പറയുകയും ഒട്ടും തന്നെ BJPക്കാരൻ അല്ലാതിരിക്കുകയും ചെയ്യുന്ന ശ്രീജിത്ത് വലിയ വലിയ സംഭാവനകൾ BJPക്ക് നൽകിയ ആളാണെന്ന ആരാധനയിൽ മൂർച്ഛിച്ചും നന്ദിയിൽ മുങ്ങിയും ആവേശത്തോടുകൂടി വിളിച്ചു പോവുന്നത് പൊതുസമൂഹമല്ല, പണിക്കർ പട്ടാളത്തിലെ അംഗങ്ങളായിട്ടുള്ള സംഘികൾ തന്നെയാണ്. BJPക്കാരനല്ലാത്ത ഒരാളെ, സംഘിയല്ലെന്ന് ആവർത്തിക്കുന്ന ഒരാളെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനേക്കാൾ വലുതായി സംഘികൾക്ക് ആഘോഷിക്കേണ്ടി വരുന്നുവെങ്കിൽ അത് ആരുടെ പരാജയമാണെന്ന് സുരേന്ദ്രൻ തീർച്ചയായിട്ടും പരിശോധിക്കണം. BJPയിലെ ഗ്രൂപ്പ് കളിക്കാരുടെ ഒരു കരുവാണോ പണിക്കരുന്ന് പരിശോധിക്കുകയും വേണം നിങ്ങൾ, അല്ലേ? വേണ്ടേ? ഗ്രൂപ്പ് കളി പ്രിയരല്ലാത്ത തീർത്തും ദേശീയവാദികളായിട്ടുള്ള സംഘികളും അത് ആലോചിക്കണ്ടേ? വേണമെന്നാണ് പോകേണ്ട ഒരു കാഴ്ച. ഈ സന്ദീപ് വാര്യർ, സന്ദീപ് വാചസ്പതി എന്നിവരെയൊക്കെ ഫലപ്രദമായി ഉപയോഗിക്കാൻ സുരേന്ദ്രന് സാധിച്ചിരുന്നുവെങ്കിൽ BJPക്കാരനല്ലാത്ത ഒരാളുടെ സഹായം പാർട്ടിക്ക് തേടേണ്ട കാര്യം വരുമായിരുന്നു. അനാവശ്യമായി പണിക്കർക്ക് ഇങ്ങനെ സംഘിവിളി കേൾക്കേണ്ടി വരുമായിരുന്നു? ഇല്ല. സന്ദീപ് വാര്യർ, സന്ദീപ് വാചസ്പതി, അതുപോലെ തന്നെ നമ്മുടെ ശങ്കു ടി ദാസ്, ഈ 3 വ്യക്തികളുടെ കഴിവുകളെ മാത്രം വിശ്വസിച്ച് ആശ്രയിച്ചിരുന്നുവെങ്കിൽ എത്രയോ ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷമായി BJPക്ക് ഇവിടെ മാറാൻ കഴിയുമായിരുന്നു. അതുപോലെ നമ്മുടെ ഈ ശോഭാ സുരേന്ദ്രന്റെ നേതൃപാടവത്തെ വേണ്ട വിധം പ്രയോജനപ്പെടുത്താൻ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ടോ? ഇനി സാധിക്കുമോ? തീർത്തും നിഷ്ക്രിയരായിട്ടുള്ള നിലയിൽ, അല്ലെങ്കിൽ നിഷ്ക്രിയരാക്കപ്പെട്ട നിലയിൽ കഴിവും കാര്യപ്രാപ്തിയുമുള്ള എത്ര നേതാക്കൾ BJPയിൽ കഴിയുന്നുണ്ടെന്ന കാര്യം വളരെ ആത്മാർത്ഥമായി നിങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കണം. ശ്രീ TP സെൻകുമാർ, ശ്രീ ജേക്കബ് തോമസ്, ശ്രീ E ശ്രീധരൻ, ഇവരെയൊക്കെ ഫലപ്രദമായി പാർട്ടിക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അതുപോലെ ഇന്ത്യ മഹാരാജ്യത്തിലെ മൊത്തം ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിലും അധികം വരും BJP കേരള ഘടകം തീറ്റിപ്പോറ്റുന്ന ഉപാധ്യക്ഷന്മാരുടെ എണ്ണം. അത്യാവശ്യം സാമൂഹ്യ മൂല്യവും ജനപ്രീതിയും ഒക്കെയുള്ള ആളുകളെ പിടിച്ച് ഇങ്ങനെ ഉപാധ്യക്ഷന്മാരുടെ കൂട്ടിലടയ്ക്കുന്നത് സാമാന്യം തരക്കേടില്ലാത്ത ഒരു അബദ്ധമാണ്. അതായത് മനുഷ്യർക്കൊരു കുഴപ്പമുണ്ട്, വളരാനുള്ള മോഹം.
രാഷ്ട്രീയ ഭാഷയിൽ പറഞ്ഞാൽ അനുഭാവിക്ക് അണിയായും, അണികൾക്ക് നേതാവായും, നേതാവിന് ഉപനായകനായും, ഉപനായകന് നായകനായും, നായകന് നാഥനായും, നാഥന് ലോകനാഥനായും വളരാൻ മോഹം തോന്നും. തീർച്ചയായിട്ടും തോന്നും. അതായത് ഉപാധ്യക്ഷനായാൽ പിന്നെ അധ്യക്ഷനാവാനുള്ള ആഗ്രഹം സഹജമാണ്. വളരാനുള്ള മോഹം സ്വാർത്ഥതയുടെ പരിധിയിൽ വരുന്നതല്ല എന്നാണ് പൊതുവെയുള്ള വയ്പ്. അപ്പോൾ ഉപാധ്യക്ഷന്മാർക്കിടയിൽ വളർച്ചാമോഹം കൂടുതലുള്ളവർ അധ്യക്ഷനെ വെട്ടിക്കൊണ്ട് ആ പദവിയിൽ സ്വന്തം കുണ്ടികുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അയ്യേ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഗ്രൂപ്പ് കളിയുടെ പരിധിയിൽ വരുന്നതാണ് ഈ കളികളെല്ലാം. ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടും മനുഷ്യോപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായുമൊക്കെയാണ് പാർട്ടിയെ വളർത്തേണ്ടത്. അല്ലാതെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആഘോഷിക്കപ്പെടുന്നവരെയും സമൂഹ മധ്യത്തിൽ ആരാധക സേനയുടെ അകമ്പടിയോടുകൂടി വാഴുന്നവരെയും ഒക്കെ പിടിച്ചുകൊണ്ട് ഉപാധ്യക്ഷന്മാരാക്കിയാൽ പാർട്ടി വളരില്ല. സംഖ്യയല്ലാത്ത, BJP-കാരൻ പോലുമല്ലാത്ത പണിക്കരെ വരെ സീറ്റ് കൊടുക്കാമെന്നും സ്ഥാനമാനങ്ങൾ നൽകാമെന്നും പറഞ്ഞ് പാർട്ടിയിലേക്ക് ക്ഷണിച്ചുവെന്ന് ആ മനുഷ്യൻ തന്നെ പരസ്യമായി ഫേസ്ബുക്കിലൂടെയൊക്കെ പറയുന്നു. സത്യം പറഞ്ഞാൽ പിണറായിയുടെ പ്രീണന ബുദ്ധിയുടെ മറ്റൊരു വകഭേദമല്ലേ നമ്മുടെ BJP സംസ്ഥാന ഘടകം കാണിച്ചു കൊണ്ടിരിക്കുന്നത്? മതമേലധ്യക്ഷന്മാരെ പാട്ടിലാക്കി പാർട്ടിക്കൊപ്പം നിർത്തിയാൽ മതാനുയായികളുടെ വോട്ട് പാർട്ടിപ്പെട്ടിയിൽ വീഴുമെന്ന് കരുതുന്ന അതേ വക്രബുദ്ധിയാണ് പണിക്കരെ പാട്ടിലാക്കി പാർട്ടിയിലാക്കിയാൽ പണിക്കർ പട്ടാളത്തിന്റെ വോട്ട് പാർട്ടിപ്പെട്ടിയിൽ വീഴുമെന്ന ആലോചനയിലും പ്രവർത്തിക്കുന്നത്. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, പണിക്കരെ പാർട്ടിയിലേക്ക് ക്ഷണിക്കാൻ തോന്നിപ്പിച്ച ആ ബുദ്ധി എന്തുകൊണ്ട് ഫക്രുദ്ദീൻ അലിയുടെ നേരെ തിരിഞ്ഞില്ല? ഫക്രുദ്ദീൻ അലിയെ BJP-യോട് ചേർക്കാൻ കഴിഞ്ഞാൽ ഗുണം മാത്രമേ ഉണ്ടാവൂ എന്നാണ് പോങ്ങിന്റെ ഒരു വിചാരം. ഫക്രുദ്ദീൻ അലിക്കല്ല, BJP-ക്ക്. BJP കേരള ഘടകത്തിന്, ഭാജപയുടെ സംസ്ഥാന ഘടകത്തിന് തീർച്ചയായിട്ടും ഫക്രുദ്ദീൻ അലി ഗുണം മാത്രമേ ചെയ്യൂ. അതെന്തോ ആവട്ടെ, ഉള്ളത് പറഞ്ഞാൽ ഒപ്പമുള്ള നേതാക്കളുടെ മനുഷ്യ വിഭവശേഷിയെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താനുള്ള സാമാന്യ ബോധം മാത്രം സുരേന്ദ്രൻ കാണിച്ചാൽ മതി. പുറത്തു നിന്നുള്ള ബുദ്ധിജീവികളുടെ സഹായം പറ്റേണ്ട സാഹചര്യം പാർട്ടിക്ക് തീർച്ചയായിട്ടും ഒഴിവാക്കാം. സ്വാർത്ഥ ബുദ്ധി വെടിഞ്ഞ് പാർട്ടിയുടെ വളർച്ച മാത്രം ലക്ഷ്യമിട്ട് അനസൂയമായിട്ടുള്ള മനസ്സോടുകൂടി പ്രവർത്തിച്ചാൽ അത് സാധിക്കാവുന്നതേ ഉള്ളൂ. ഇനിയും ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കാം. ഈ അധ്യായമാണ്, ഈ വിഷയമല്ല. കാരണം ഇപ്പോഴത്തെ സമയം കുറച്ചധികം കൂടി. ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും എനിക്കും ഒരുപോലെ മുഷിപ്പ് പകരും. അതുകൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത അധ്യായത്തിലൂടെ ഈ വിഷയവും അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ അതിനായിട്ട് ശ്രമിക്കാം. എന്തായാലും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള സുരേന്ദ്രനേക്കാൾ വലിയ സംഭാവനയാണ് പാർട്ടിയുടെ വളർച്ചയ്ക്കായി ശ്രീജിത്ത് പണിക്കർ BJP-ക്ക് നൽകിയതെന്ന് വിശ്വസിക്കുന്നവരാണ് പണിക്കർ പട്ടാളത്തിലെ അംഗങ്ങളായിട്ടുള്ള സംഖ്യകളിൽ അധികവും. അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. എങ്കിലും പോങ്ങൻ അവരോടൊരു അഭ്യർത്ഥനയുണ്ട്. സന്മനസ്സും സ്മരണയും നിങ്ങൾ ഉപേക്ഷിക്കരുത്. സുരേന്ദ്രനോട് വിരോധം പുലർത്താനും പണിക്കരോട് ആരാധന പേറാനും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവകാശമുണ്ട്. എന്നാൽ സത്യത്തെ തീരെ അങ്ങ് അവഗണിക്കരുത്. എന്ന് വെച്ചാൽ കേരളത്തിലെ BJP-യുടെ വളർച്ചയ്ക്ക് ഗുണപ്രദമാകുന്ന സംഭാവനകൾ നൽകുന്നത് പണിക്കരോ സുരേന്ദ്രനോ ഒന്നുമല്ല. അല്ലെങ്കിൽ അവരെക്കാളൊക്കെ വലിയ വലിയ സംഭാവന ചെയ്യുന്ന മറ്റൊരാളുണ്ട്. അത് പ്രീണന വിശാരദനായിട്ടുള്ള സാക്ഷാൽ പിണങ്ങാണ്ടിയാണ്. അതായത് ഈ പ്രബുദ്ധ ഹരിത നവകേരളത്തിലെ തസ്കരോത്തമ പുത്രീവത്സല സുഡുദാസവേന്ദ്ര ദ്വിമാറ മരമന്ന സുൽത്താനും നമ്മുടെ സ്വന്തം ഘോരകോരള പുത്രനുമായിട്ടുള്ള സാക്ഷാൽ തള്ളൻ തമ്പുരാൻ. ആ മനുഷ്യന്റെ സംഭാവനകളെ നിങ്ങൾ നിസാരവൽക്കരിക്കരുത്, നിഷ്കരണം മറക്കരുത്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ തെക്കുവടക്കും കിഴക്കു പടിഞ്ഞാറും നടന്ന രാഹുൽ ഗാന്ധിയെ മറന്നുകൊണ്ട് 135 കോടി ഇന്ത്യൻ ജനങ്ങളിൽ കഷ്ടിച്ച് 2 കോടി ആളുകൾ മാത്രം പിന്തുടരുകയും ശരാശരി ഒരു 30-35 ലക്ഷത്തിൽ താഴെ മാത്രം കാഴ്ചകൾ നേടുകയും ചെയ്യുന്ന ധ്രുവ് റാഠി എന്ന കമ്മി യൂട്യൂബറാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സഖ്യത്തിന് മാന്യമായിട്ടുള്ള വിജയം സമ്മാനിച്ചതെന്ന് പറയുന്നത് പോലെ ലക്ഷണം കെട്ട ഒരു മര്യാദകേടാവും പിണങ്ങാണ്ടിയുടെ സംഭാവനകളെ മറന്നുകളയുന്നത്. ഹിന്ദി ഹൃദയഭൂമി ചന്തി മണ്ണിൽ മുട്ടിക്കാതെ അപ്പിയിടാൻ ആരംഭിച്ചിട്ട് ഒരു പതിറ്റാണ്ടായിട്ടില്ല. സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചിട്ട് ഏതാണ്ട് 7 പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. എന്നിട്ടും ചന്തി മണ്ണിൽ മുട്ടിക്കാതെ ഒന്ന് അപ്പിയിടാൻ കഴിയാത്ത ആളുകൾ, ഈ കഴിഞ്ഞ 1 പതിറ്റാണ്ടിനിപ്പുറം മാത്രം ചന്തി മണ്ണിൽ മുട്ടിക്കാതെ അപ്പിയിടാൻ ശീലിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യ സമൂഹം, അങ്ങനെയുള്ള ഒരു മനുഷ്യ സമൂഹം ധ്രുവ് റാഠിയുടെ യൂട്യൂബ് വീഡിയോയ്ക്ക് വിധേയപ്പെട്ട് പ്രതിപക്ഷ ബുദ്ധിയുള്ള വിപ്ലവകാരികളായെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാഠിപ്പട്ടാളത്തിന് ആനന്ദമൂർച്ച തരപ്പെടുമെന്നല്ലാതെ യാഥാർത്ഥ്യം അതാവില്ലല്ലോ, അല്ലേ? ഏത്? അതുകൊണ്ട് സൈബർ മനുഷ്യരുടെ ഇടയിലുള്ള പ്രിയാപ്രിയങ്ങളെ മറന്നുകൊണ്ട് മണ്ണിൽ പാദമൂന്നി നടക്കുന്ന മനുഷ്യർക്ക് ഗുണമാകുന്ന നിലയിലും അവരുടെ പ്രീതിയും വിശ്വാസവും നേടാൻ വേണ്ടുന്നതായിട്ടുള്ള തരത്തിലും പ്രവർത്തിക്കാനാണ് ഭാജപ മലയാള മണ്ണിൽ തീർച്ചയായിട്ടും ഇനി ശ്രമിക്കേണ്ടത്. മലയാള വിണ്ണിലല്ല,
മലയാളം മണ്ണിൽ. കിട്ടിയോ? വിഷയത്തിന്മേലുള്ള പ്രധാന ഘടകത്തിലേക്ക് പോകാൻ ഇപ്പോഴും വന്നിട്ടില്ല. അടുത്ത അധ്യായത്തിൽ നമുക്കത് പറയാം. നിങ്ങൾ കേട്ടാലും ഇല്ലെങ്കിലും പോകാൻ പറയും. കാരണം നാവാട്ടം പോങ്ങന്മാരുടെ പാരമ്പര്യ കലയാണ്. ആസ്വാദക സമൂഹത്തിന്റെ സ്വീകാര്യതയല്ല, അർപ്പിത ബുദ്ധിയാണ് നാവാട്ട കലയുടെ അടിസ്ഥാനം. അതിനാൽ തുടരും, തീർച്ച. അപ്പോൾ ഈ വിഷയത്തിന്റെ തുടർച്ചയുമായി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്മകൾ, എല്ലാവരോടും സ്നേഹം. നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ.